മഴക്കാലമായി കടൽ പ്രക്ഷുബ്ധമാകുന്നതോടെ കോഴിക്കോട് കടപ്പുറത്ത് ഒരു പ്രത്യേക കാഴ്ച കാണാം. ഒരു കൂട്ടം ആളുകൾ നിരന്നുനിന്ന് എന്തോ തിരയുന്നതാണ് ആ കാഴ്ച. ഒരു പുതിയ തൊഴിൽ മേഖലയുടെ അനന്ത സാധ്യതകളാണ് ഈ കോഴിക്കോട്ടുകാർ കാണിച്ചു തരുന്നത്. ഒന്നും നഷ്ടപ്പെട്ടില്ലെങ്കിലും തിരച്ചിൽ നടത്താം എന്ന പുതിയ തിരിച്ചറിവാണ് ഈ കാഴ്ച ആദ്യം സമ്മാനിക്കുന്നത്. മുട്ടുവിൻ തുറക്കപ്പെടും എന്നതിനൊപ്പം ഇരട്ട പ്രസവിച്ച തിരയുവിൻ കണ്ടെത്തും എന്ന ആപ്തവാക്യമാണ് ഇവരെ നയിക്കുന്നത്. ഇനി കാര്യം പറയാം. കടൽ പ്രക്ഷുബ്ധമാവുമ്പോൾ അതിന്റെ അടിത്തട്ടിൽ സൂക്ഷിച്ചിരിക്കുന്ന വസ്തുക്കൾ കരയിലേക്ക് കൊണ്ടുവരും എന്നൊരു അലിഖിത നിയമം നിലവിലുണ്ട്. അങ്ങനെ കൊണ്ടുവരുന്ന വസ്തുക്കളുടെ കൂട്ടത്തിൽ ആരുടെയൊക്കെയോ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ട സ്വർണം, നാണയങ്ങൾ, അങ്ങനെ വിലപിടിച്ച പലതും തിരിച്ചുവരും. സ്വർണ്ണ പാദസരവും ബിസ്ക്കറ്റും വരെ വന്ന ചരിത്രമുണ്ടെന്ന് പറയുന്നു. അതിനുവേണ്ടിയാണ് 50ഓളം പേരടങ്ങിയ ഈ സംഘത്തിന്റെ വ്യാപകമായ തിരച്ചിൽ. ഇത് ചില്ലറ പൈസകള്, കോയിൻസ്, അങ്ങനെ സ്വർണങ്ങളെല്ലാം ചില ലക്കി ഓരോരുത്തർക്ക് കിട്ടും. ഇല്ല, ഇന്നാഴ്ചയൊന്നും കിട്ടില്ല. ഇന്നലൊക്കെ സ്വർണ്ണം കിട്ടിയാണ്. ഇന്ന് 10-15 രൂപ കിട്ടിയാണ്. രാവിലെ 9 മണിക്ക് തുടങ്ങുന്ന തിരച്ചിൽ ചിലപ്പോൾ വൈകുന്നേരം വരെ നീളും. മണിക്കൂറുകളോളം തിരഞ്ഞിട്ടും ആട്ടിൻകാട്ടം പോലും കിട്ടാത്തവരുമുണ്ട്. ഒരു തെങ്ങിന് 7 രൂപ 50 പൈസ വെച്ച് കൊടുത്തിട്ടും തെങ്ങ് കയറാനും പറമ്പ് കിളയ്ക്കാനും ആളെ കിട്ടാത്ത നാട്ടിലാണ് അത്യുത്സാഹത്തോടെയുള്ള ഈ തിരച്ചിൽ നടക്കുന്നതെന്നത് വേറെ കാര്യം. ഈ ചേട്ടന്മാർ പൊരിവെയിലത്ത് നിന്ന് തിരയുന്നത് തിരയണാനല്ല, കടലിൽ നിന്ന് മുത്തും പവിഴവും മറ്റെന്തോ കയറി വരുമെന്ന് പ്രതീക്ഷിച്ചാണ്. അവരുടെ വിശ്വാസം അവരെ രക്ഷിക്കട്ടെ.